കേജ്രിവാൾ കുറ്റവിമുക്തൻ. CBI അന്വേഷണത്തെ രൂക്ഷമായി വിമർശിച്ച് കോടതി. വിധി കേട്ട് പൊട്ടിക്കരഞ്ഞ് ആപ്പ് അധ്യക്ഷൻ. മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാളിനെയും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയെയും ഡൽഹി റൂസ് അവന്യൂ കോടതി കുറ്റവിമുക്തരാക്കി. കെജ്രിവാൾ ഉൾപ്പെടെ കേസിലെ 23 പ്രതികളെയും കോടതി വെറുതെ വിട്ടു. കേന്ദ്ര അന്വേഷണ ഏജൻസിയായ CBIയുടെ പക്കൽ പ്രതികൾക്കെതിരെ വ്യക്തമായ തെളിവുകളില്ലെന്നും അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചുവെന്നും കോടതി നിരീക്ഷിച്ചു. വിധി പ്രസ്താവം കേട്ടയുടൻ കോടതി മുറിയിൽ അരവിന്ദ് കെജ്രിവാൾ വികാരധീനനായി പൊട്ടിക്കരഞ്ഞു. സത്യം ജയിച്ചുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം. CBI സമർപ്പിച്ച ആയിരക്കണക്കിന് പേജുകളുള്ള കുറ്റപത്രത്തിൽ കൃത്യമായ തെളിവുകളോ സാക്ഷിമൊഴികളോ ഇല്ലെന്ന് സ്പെഷ്യൽ ജഡ്ജി ജിതേന്ദർ സിംഗ് ചൂണ്ടിക്കാട്ടി. ഒരു ഭരണഘടനാ പദവി വഹിക്കുന്ന വ്യക്തിയെ മതിയായ തെളിവുകളില്ലാതെ കേസിൽ പ്രതിയാക്കിയത് നിയമവാഴ്ചയ്ക്ക് നിരക്കാത്തതാണെന്ന് കോടതി ആഞ്ഞടിച്ചു. കുറ്റപത്രത്തിൽ CBI തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയതായും ആന്തരിക വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് അന്വേഷണ റിപ്പോർട്ടെന്നും കോടതി നിരീക്ഷിച്ചു. സിസോദിയക്കെതിരെയും യാതൊരുവിധ തെളിവുകളും ഹാജരാക്കാൻ ഏജൻസിക്ക് കഴിഞ്ഞില്ല. കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആക്ഷേപം ശരിവെക്കുന്നതാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ. കൂട്ടിലെ തത്ത എന്ന CBIയുടെ വിശേഷണം അടിവരയിടുന്നതാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ വിമർശനങ്ങൾ. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പുറത്തുവന്ന ഈ വിധി ആം ആദ്മി പാർട്ടിക്ക് വലിയ രാഷ്ട്രീയ കരുത്താണ് പകരുന്നത്. കേജ്രിവാളിനും സിസോദിയയ്ക്കും പുറമെ കവിത ഉൾപ്പെടെയുള്ള എല്ലാ പ്രതികളെയും കുറ്റവിമുക്തരാക്കിയതോടെ മദ്യനയ കേസ് എന്ന CBIയുടെ വാദങ്ങൾ നിയമപരമായി തകർന്നിരിക്കുകയാണ്.